ശരത്, എനിക്ക് ഈ റൗണ്ട് അബ്സല്യൂട്ട്ലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഭയങ്കര സ്പിരിറ്റ് ഉള്ള ഒരു റൗണ്ടാണ്. ഈ ഫോക്ക് സോങ്സ് ആയതുകൊണ്ട് തന്നെ ഐ തിങ്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇറ്റ് ഇസ് വെരി നൈസ്. പിന്നെ ഒരിക്കലും കേൾക്കാത്ത പാട്ടുകളായതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്ന്. നമുക്ക് ജഡ്ജസിന് ചോദിക്കാം. ശരത്തേ, അടിച്ചു പൊളിച്ചല്ലോ. കൊള്ളായിരുന്നു, നല്ല മനോഹരമായിരുന്നു കാണാൻ. ഈ ടൈപ്പ് പാട്ടുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ളതിനെ കുറിച്ച് അറിയോ? അവർക്കെതിരെ പോരാട്ടം പോലെയാണോ സാർ? അങ്ങനല്ല, ഏതാണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് ഇവരുടെ വിഷമം, ഇവരുടെ സങ്കടം, ഇവരുടെ പ്രതികാരം, അതൊന്നും അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു സ്ഥലമോ അന്നൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇവരുടെ മനസ്സിൽ അടക്കി വെച്ചിരിക്കുന്ന വികാര വിചാരങ്ങൾ വെളിയിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നത് ഈ ഇതുപോലത്തെ ചടുല താളങ്ങളിലും പാട്ടുകളിലൂടെയാണ്. ഇങ്ങനെ അതിന് ദേവിയും ദേവന്മാരെയും വരെ എടാ പോടാന്ന് വിളിക്കും. കാരണം അവരോട് വരെ ദേഷ്യമാണ്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിവൃത്തികേടിലാണ് അവർ ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് പാടിക്കഴിയുമ്പോഴാണ് ഇതിനകത്തൊരു വാക്കുണ്ടല്ലോ, എന്താണ്? പാടിയിട്ട് ചാവാതെ ചാവാതിരിക്കാനെങ്കിലും പാടിയെടുത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടിയെടുത്തേ. മനസ്സിലായി? കാരണം പാടിയിട്ട് ചത്താലും മതി. കാരണം ആ ഒരു വികാരം, അവരുടെ മനസ്സിലുള്ള ആ തീവ്രമായിട്ടുള്ള ഒരു ദേഷ്യം, അത് പ്രകടിപ്പിച്ച് എങ്ങനെയെങ്കിലും ദൈവത്തിനോടും ഭൂമിയോടും അന്തരീക്ഷത്തിനോടും കാട്ടിയിട്ട് നീ മരിച്ചാലും കുഴപ്പമില്ലെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ ചടുല താളം വരുന്നത്. എന്തായാലും വളരെ നന്നായിരുന്നു, വെരി ഗുഡ്, അസലായിട്ട് പാടി. ഇതിന്റെ ചുറ്റുവട്ടാരങ്ങളും കൊള്ളാം. പിന്നെ മറ്റേ വാഴയിലെ പൊതിഞ്ഞൊരു കക്ഷി ഉണ്ടായിരുന്നല്ലോ, പുള്ളി ഇപ്പം അടയായി കാണും. അയാൾക്കൊന്ന് ചൊറിയാൻ ഇടയ്ക്ക് നിന്ന് നോക്കുന്നുണ്ട്, ഇങ്ങനെ ചൊറിയണമെന്നുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ല. അരമണിക്കൂറായിട്ട് ഇത് കെട്ടി നിർത്തിയിരിക്കുന്നു. എന്തായാലും എവറിത്തിങ് വാസ് നൈസ്, വെരി ഗുഡ്. ആദ്യമായിട്ട് ഞാൻ ഏഷ്യാനെറ്റിന്റെ ഭാരവാഹികളോട് നന്ദി പറയട്ടെ. കാരണം ഇത്രയും കാലം ഞാൻ കേരളത്തിലുണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത് തെയ്യാണോ ഇല്ല, എന്താ ഇതിന്റെ പേര്, എന്തിൽ നിന്നാണ് ഇത്? തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ പാട്ട് തെയ്യം ബേസ് ചെയ്തായിരുന്നു. രണ്ടാമത്തെയോ? രണ്ടാമത്തെ ഇടുക്കി ജില്ലയിലെ മന്ന എന്ന് പറഞ്ഞൊരു സമുദായമുണ്ട്, അവരുടെ പാട്ടാണ്. എല്ലാം ശുഭമായ എല്ലില്ലാലോ എല്ലില്ലാലോ എന്ന് പറഞ്ഞ ശുഭമായിട്ട് അവസാനിക്കുന്നുള്ള, ശുഭമാണെന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് എന്താണ് ഇങ്ങനെ ഒരു ആവേശമായിട്ട് ഒരു മനസ്സിന്റെ ഒരു വേദന ആ ഡാൻസിൽ നമുക്ക് കാണാം. എനിക്കറിയില്ലായിരുന്നു. വാസ്തവത്തിൽ ശ്രീകുമാർ പറഞ്ഞത് പിന്നെയാണ് എനിക്ക് തന്നെ ഇതൊരു ആദ്യമായിട്ട് കേട്ട് കേൾവിയായത്. വാസ്തവത്തിൽ വളരെ നന്നായിരുന്നു. നിങ്ങൾ പാടിയത് നന്നായിരുന്നു. കൂടെ ഡാൻസ് ചെയ്തത് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞ പോലെ ചൊറിയാൻ പോലും സ്ഥലമില്ലാതെ ആ വാഴലയൊക്കെ കെട്ടിയിട്ട് പാവം രാവിലെ തുടങ്ങിയതായിരിക്കും അല്ലേ ഇതൊക്കെ കെട്ടാൻ തുടങ്ങിയത്. പാവം നൈസ്, നന്നായിരുന്നു. താങ്ക് യു. ചിത്ര ചേച്ചി, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ശരിക്കും ഒരു പാട്ടിന് അനുസരിച്ചുള്ളൊരു കോസ്റ്റ്യൂമും അതിനനുസരിച്ചൊരു വ്യത്യാസമായിട്ടൊരു ഫോക്ക്. നമ്മൾ യൂഷ്വലി കേൾക്കുന്ന പോലെ അല്ലാതെ രണ്ട് ടൈപ്പ് ഒരുമിച്ച് മിക്സ് ചെയ്തപ്പോൾ അതിനൊരു പ്രത്യേക ഒരു രസം തോന്നി. പാടിയതിനകത്ത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും, ആകെ രണ്ടുപേരും എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയണം തോന്നുന്നില്ല. കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സാർ, അതൊരു ടോട്ടലി കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിനൊരു എന്തൊരു നമ്മൾക്ക് പറയാൻ പറ്റാത്ത വിധത്തിലൊരു സുഖം ഉണ്ടായിരുന്നു. ഒരു ഫോർമേഷനും വിഷ്വലി നന്നായിരുന്നു കാണാൻ, ഷോപ്പും. പിന്നെ എനിക്കിതിപ്പോ ശരത്ത് പറഞ്ഞതിന് ശേഷം എന്റെ സംശയം മാറി. ഞാനിത് എനിക്ക് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന് പാടാൻ പറ്റിയ പാട്ടായിരിക്കും ഇതെന്ന് വിചാരിച്ചു. എല്ലില്ലാലോ എല്ലില്ലാലോ എന്ന്. കാര്യം എല്ലില്ലാതെ ഞങ്ങളൊക്കെയാണ്. നിങ്ങൾ ഡാൻസ് കളിച്ചവർക്ക് ശരത്തിനൊക്കെ എല്ല് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു 6 പാക്ക് ഉണ്ടായിരുന്നു മുമ്പില്. ഞാൻ ഇന്ന് കാര്യം തരുന്നത് ടോട്ടലി കൊള്ളായിരുന്നു കേട്ടോ. അവസാനത്തെ തന്നന്നാനൊക്കെ കുറച്ച് കൺഫ്യൂഷനും ക്ലാഷും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പാർട്സ് പാടിയതാണോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഒരു പാർട്സ് ഞാൻ പാടിയായിരുന്നു. സ്പെയർ പാർട്സ് ആയിരുന്നു കേട്ടോ. പാർട്സ് പാടുമ്പോൾ സൂക്ഷിക്കണം, ഇത് മൂക്ക് കുത്തി താഴെ വീഴും. പിന്നെ നിങ്ങൾ ഓർക്കസ്ട്രക്കാരുമായിട്ടുള്ള ഒരു കോർഡിനേഷനും ശരിയായില്ല. ഇതൊക്കെ നോക്കിയാൽ ഫോക്കാണ്, ഇല്ലേ പോക്ക. Thank you, judges. Okay, over to the marks now, Sharat. Chitra Chechi, out of 30? 24. Thank you. Sharat sir? 23. Thank you, sir. Shriyata? 24. 24. And Sheila ma'am?
71 plus 8, 79. 79 മാർക്സ് ആണ് ശരത്തിന്റെ ഈ ട്രഡീഷണൽ ഫോക്ക് സോങ് നാടൻ പാട്ടിന് ജഡ്ജസ് നൽകിയത്. ഇനിയും പാട്ടുകൾ പഠിക്കും, നന്നായിട്ട് പാടാൻ ശ്രമിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ വോട്ടിംഗ് ഫോർമാറ്റ് ISS സ്പേസ് ശരത് SARATH.